നമുക്കിടയിൽ ഒരു ധാരണ വന്നിട്ടുണ്ട്, സമർപ്പണം മതി, സാമർഥ്യം വേണ്ട എന്ന്. ഞങ്ങൾ സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ അല്ലെങ്കിൽ പിന്നീടുള്ള ബാച്ചുകളിലൊക്കെ എല്ലാവരും സമർപ്പണമുള്ളതാണ്. പക്ഷേ സാമർഥ്യമല്ല, സമർപ്പണമാണ് വലുത് എന്ന് പറയുന്നവർ പോലും തങ്ങൾക്ക് ഒരു സെക്രട്ടറിയെ അച്ഛനായി വേണമെന്ന് പറയുമ്പോൾ സമർപ്പണമല്ല നോക്കുന്നത്. ഇംഗ്ലീഷ് അറിയാമോ എന്ന് നോക്കും, കമ്പ്യൂട്ടർ അറിയാമോ എന്ന് നോക്കും, ടൈപ്പ് ചെയ്യാൻ അറിയാമോ എന്ന് നോക്കും. നമ്മുടെ സ്വന്തം പിള്ളേർക്ക് കല്യാണം ആലോചിക്കുമ്പോഴും സമർപ്പണത്തിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവോ? സമർപ്പണവും വേണം. നമ്മൾ ഈ കാപട്യം അവസാനിപ്പിക്കേണ്ട കാലമായി. ആരെ സന്തോഷിപ്പിക്കാനാ നമ്മൾ ഈ പറയുന്നത്? ഒരു സഭാ ശുശ്രൂഷകന് സാമർഥ്യം ഒന്നും വേണ്ട. എന്നാൽ ഓർത്തിരിക്കേണ്ടത്, സമർപ്പണമില്ലാത്ത സാമർഥ്യവും സാമർഥ്യമില്ലാത്ത സമർപ്പണവും അത് എങ്ങനെ പോകുന്നു എന്നത് നാം സ്വയം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഈ ഗുണങ്ങൾ എന്താണ്? സൽപ്പേര്, സാമർഥ്യം, സമർപ്പണം, ഇത് മൂന്നും തെരഞ്ഞെടുപ്പ് സമയത്തേക്കുള്ള ഒരു മാനദണ്ഡമല്ല. ഡീക്കനാകുമ്പോൾ സൽപ്പേരും സൽഗുണവും സാമർഥ്യവും വേണം. അത് കഴിഞ്ഞ് ഡീക്കനായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ഫ്രീക്കനായി ജീവിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഇത് മരണപര്യന്തം എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ കൂടെ ഒരു ടെംപ്ലേറ്റ് ആണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വീകരിക്കുന്ന മാനദണ്ഡം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരാളെ ശമ്മാശനായി തെരഞ്ഞെടുക്കുമ്പോൾ സഭ സ്വീകരിക്കുന്ന മാനദണ്ഡം ആ മനുഷ്യൻ മരണം വരെ അങ്ങനെ ആയിരിക്കണം എന്ന പ്രതീക്ഷയിലാണ്. ഇവിടെയാണ് സൽപ്പേരിന്റെയും ആത്മാ നിറവിന്റെയും സാമർഥ്യത്തിന്റെയും അർത്ഥം എന്താണ് എന്ന് നാം പൊരുൾ തിരിക്കേണ്ടത്. ഇവിടെ സൽപ്പേര് എന്ന വാക്ക്, സൽപ്പേര് രാമൻകുട്ടി എന്നൊക്കെ നമ്മൾ ചില സിനിമകളുടെ പേര് കേട്ടിട്ടുണ്ട്. എന്താണ് സൽപ്പേര്? എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളതിനല്ല സൽപ്പേരെന്ന് പറയും. എ പേഴ്സൺ വിത്ത് ഗുഡ് റെപ്യൂട്ടേഷൻ. എന്നാൽ ഇവിടെ റെപ്യൂട്ടേഷൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രക്തസാക്ഷി എന്ന അർത്ഥമുള്ള ഒരു യവന പദത്തിൽ നിന്നാണ്. അതിന്റെ ഡെറിവേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ മരണിക്കാൻ പോലും മനസ്സുള്ള, മരണത്തിന് പോലും ഭയപ്പെടാൻ കഴിയാത്തവരെയാണ് എ പേഴ്സൺ വിത്ത് ഗുഡ് റെപ്യൂട്ടേഷൻ. അല്ലാതെ നൈസ് ആയിരിക്കുക എന്നതല്ല. കാരണം ഇവിടെ സ്തേഫാനോസിന് കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന യോഗ്യത സൽപ്പേരാണ്. എന്നാൽ ഈ സൽപ്പേരുള്ള ശമ്മാശന്മാരെ കുറിച്ച് അവിടെയുള്ള ആളുകൾ പറയുന്നത്, 6-ാം അധ്യായം 11, 12 ഒക്കെ പറയുന്നത്, ഹി ഈസ് സ്റ്റബൺ ആൻഡ് ഹി ഈസ് ബ്ലാസ്ഫീമിങ്. അവൻ ഭയങ്കര കടുംപിടുത്തക്കാരനാണ്. സൽപ്പേരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ഉയിര് കൊടുക്കാനുള്ള തന്റെ ഇടത്തിന്റെ പേരാണ് സൽപ്പേര്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് സോ നൈസ്. ആത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 7-ാം അധ്യായം വായിക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിയുന്നുണ്ട്. അവിടെ പറയുന്നു ആത്മനിറവെന്ന് പറയുന്നത് എല്ലാവരും കല്ലെറിയുമ്പോഴും നോക്കേണ്ട സ്ഥലത്ത് നോക്കുന്നതിനാണ്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്, ആസ് ദ റോക്സ് റെയിൻ ഡൗൺ. അവന്റെ ഉടലിൽ കൽമഴ പെയ്യുമ്പോഴും അവൻ ഉടയവനെ തന്നെ. ഇതിനാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. സാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം മായമില്ലാതെ പറയാനും പറയാനുള്ളത് പറഞ്ഞിട്ട് മരിക്കുന്നതിനാണ് സാമർഥ്യം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരാണ് ശമ്മാശൻ? എന്താണ് ശമ്മാശ് ശുശ്രൂഷ? 2 ചിന്തകളാണ് ഞാൻ പങ്കുവെച്ചത്. ഒന്ന്, ശമ്മാശ് ശുശ്രൂഷ, ശമ്മാശ് സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആർക്കും തടയാനാവാത്ത മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്. Ministry of diaconate, ministry of deacons, ministry of shamash is a sign, symbol and testimony of God's unstoppable love. 2, ഷമ്മാശ് ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കുമുള്ള ഒരു ജീവിത മാതൃകയാണ്. Ministry of diaconate is a template for Christian living. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സി സന്തോഷ് കുമാറിന്റെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന ഒരു ചെറുകഥയുണ്ട്. ആ കഥയിലെ ഒരു ഭാഗത്ത് ഗുപ്തൻ നായർ എന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്.
അദ്ദേഹം ഇറച്ചി വാങ്ങിക്കാൻ രാവിലെ ചന്തയിൽ ചെല്ലുന്നു. ചന്തയിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് പോത്തിന്റെ ഇറച്ചി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ പോത്തിന്റെ ഇറച്ചിയുടെ മുമ്പിൽ പോത്തിന്റെ തലയും വെച്ചിട്ടുണ്ട്. എന്തിനാണ് എന്ന് ഇറച്ചിക്കടക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് പോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ തല ഫ്രണ്ടിൽ ഇരിക്കണം. നമ്മുടെ ഫ്ലെക്സ് സംസ്കാരം പോലെയാ. എന്നാൽ തൊട്ടിപ്പുറത്ത് വേറെ കുറച്ച് ഇറച്ചിയുണ്ട്, അവിടെ തലയില്ല. അപ്പോൾ ഇറച്ചിക്കടക്കാരനോട് ഗുപ്തൻ നായർ ചോദിച്ചു, ഇവിടെ എന്താ, അവിടെ പോത്തിന്റെ തലയുണ്ടല്ലോ, ഇവിടെ എന്താ തലയില്ലാത്ത? അപ്പോൾ പറഞ്ഞു, ഇത് ആട്ടിറച്ചിയാ, ഇതിന് തല വേണ്ട, ഇതിന്റെ രുചിയാണ്, ഇറച്ചിയുടെ രുചിയാണ് ഇത് ആടാണോ അല്ലയോ എന്നറിയുന്നത്. നിങ്ങൾ ഒരു ഷമ്മാശരാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത് ഇന്നല്ല, മരണപര്യന്തമുള്ള നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങളൊരു ഷമ്മാശനാണ് എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. മറക്കരുത്, ആദ്യത്തെ ഷമ്മാശന് കശീശയാവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ഒപ്പുവെക്കുന്ന സമ്മതപത്രം മരണപത്രം കൂടെയാണ് എന്നതോർക്കുക. പറയാനുള്ളത് പറഞ്ഞിട്ട് മരിക്കുന്നവനാണ് സൽപ്പേരുള്ളവൻ, അവനാണ് സമർപ്പണമുള്ളവൻ, അവനാണ് സമർത്ഥൻ. അങ്ങനെ സ്തേഫാനോസ് മുന്നോട്ട് വെക്കുന്ന ഒരു ഷമ്മാശ് മാതൃക നിങ്ങൾക്കും നമുക്കോരോരുത്തർക്കുമുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കാൻ സന്മനസ് കാണിച്ചതിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്കുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും.